എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ ചർച്ച ചെയ്തത് HRMന്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഓഫ് HRM. ഈ പുതിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിനു മുമ്പായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓർത്തതിന് ശേഷമേ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കടക്കാവൂ. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറയാം. First point, human resource planning, job analysis and design, recruitment and selection, orientation and placement, training and development, performance appraisal and job evaluation, employee and executive remuneration, motivation, communication, health and safety. ഒന്നുകൂടെ പറയാം. Human resource planning, job analysis and design, recruitment and selection, orientation and placement, training and development, performance appraisal and job evaluation, employee and executive remuneration, motivation, communication, health and safety. First point, human resource planning. A well-defined plan is an essential element of HRM. A well-defined plan is an essential element of HRM. Planning is necessary for all the activities related with HRM. Planning is necessary for all the activities related with HRM. It is concerned with the determination of the number of personnel required in an organization. It is concerned with the determination of the number of personnel required in an organization. Right person should be appointed at right job at right time. ഓർഗനൈസേഷന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ നിർണ്ണയിക്കലാണ് ഇവിടെ പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഘടനയിലെ ഓരോരുത്തർക്കും അവരുടേതായ ജോലികൾ അല്ലെങ്കിൽ തക്കതായ ജോലികൾ നിശ്ചയിക്കുക, ഓരോ ജോലിക്കും തക്കതായ ആളുകളെ ഏർപ്പെടുത്തുക, അതും കൃത്യമായ സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത പോയിന്റാണ് ജോബ് അനാലിസിസ് ആൻഡ് design. Job analysis is a detailed and systematic study of jobs. Job analysis is a detailed and systematic study of job. ഒരു നിശ്ചിത ജോലി നിർവഹിക്കുന്നതിന് വേണ്ടി ആരാണോ ആ ജോലി ചെയ്യുന്നത് അയാൾക്ക് എത്രത്തോളം ആ ജോലിയിൽ വൈദഗ്ധ്യമുണ്ട്, അയാളുടെ സൽഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ ജോലി ചെയ്യാൻ അയാൾ പ്രാപ്തനാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡിസൈഡിംഗ് ദ കണ്ടന്റ്സ് ഓഫ് ദ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ജോബ് ഡിസൈൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡിസൈഡിംഗ് ദ കണ്ടന്റ്സ് ഓഫ് ദ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോ ജീവനക്കാരനും തന്റെ ചുമതലയും ഉത്തരവാദിത്വവും നന്നായി അറിയുന്ന വിധത്തിലായിരിക്കണം ജോബ് ഡിസൈൻ ചെയ്യേണ്ടത്. ജോബ് ഡിസൈൻ മെയിൻ ആയിട്ടും 4 മെത്തേഡാണ് ഉള്ളത്. ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, ജോബ് എൻലാർജ്മെന്റ്. ഈ പാഠഭാഗത്തിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കാനുള്ളത് കൊണ്ട് മെയിനായിട്ട് ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എന്താണ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെർച്ചിങ് ദ റിക്വയർഡ് ക്വാളിഫൈഡ് പേഴ്സണൽ ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. സ്ഥാപനത്തിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുന്നതിനു വേണ്ടി ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ അപേക്ഷകരെ തിരയുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ്. അഡ്വർടൈസ്മെന്റിലൂടെയോ പ്രൈവറ്റ് ഏജൻസികളുടെ സഹായത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ
അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ്, രണ്ടാമത്തത് ഡെവലപ്മെന്റ് ഓഫ് സ്ട്രാറ്റജി, 3 സെർച്ചിങ്, 4 സ്ക്രീനിങ്, 5 ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. ഈ 5 സ്റ്റേജ് അടങ്ങിയതുകൊണ്ടാണ് ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നിടത്ത് നിന്നാണ് സെലക്ഷൻ ആരംഭിക്കുന്നത്. എന്താണ് സെലക്ഷൻ? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഔട്ട് ഓഫ് ഓൾ അപ്ലിക്കൻസ്. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഔട്ട് ഓഫ് ഓൾ അപ്ലിക്കൻസ്. അപേക്ഷകരിൽ നിന്നുള്ള അപേക്ഷകളെല്ലാം ലഭിച്ചു കഴിയുന്നതോടെയാണ് സെലക്ഷൻ ആരംഭിക്കുന്നത്. സ്ഥാപനത്തിൽ ജോലിക്ക് യോഗ്യരായവരാരാണെന്ന് കണ്ടെത്തുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്ന് ആവശ്യമുള്ളിടത്തോളം പേരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. യോഗ്യരല്ലാത്ത അപേക്ഷകരെ ഒഴിവാക്കുകയും യോഗ്യരായവരെ, അതായത് വിദ്യാഭ്യാസ യോഗ്യത, ട്രെയിനിങ്, വൈദഗ്ധ്യം, വ്യക്തിത്വം തുടങ്ങിയവരുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകരിൽ നിന്നും ഏറ്റവും യോഗ്യനായ ആളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഓറിയന്റേഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഓറിയന്റേഷൻ ഈസ് ഗിവൺ ടു ന്യൂലി സെലക്ടഡ് എംപ്ലോയീസ് in order to provide variety of information relating to organization, such as its rules and regulations, his subordinates and superiors. പുതിയ ജോലിക്കാരനെ സ്ഥാപനത്തിന് പരിചയപ്പെടുത്തുന്ന സ്റ്റേജാണ് ഓറിയന്റേഷൻ. പരിചയപ്പെടുത്തൽ വേളയിൽ ഉദ്യോഗാർത്ഥിയെ ഓഫീസിലും ഫാക്ടറിയിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തും. സ്ഥാപനത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെ പറ്റിയും അയാൾക്ക് ജ്ഞാനമുണ്ടായിരിക്കണം. അയാളുടെ ജോലിയുടെ പൂർണ്ണ വിവരം, അയാളുടെ അധികാരം, ഉത്തരവാദിത്തം, മേധാവിമാരാരൊക്കെയാണ്, കീഴ് ജീവനക്കാര്, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് പറഞ്ഞുകൊടുക്കും. സ്ഥാപനത്തിന്റെ നിയമങ്ങൾ, ചട്ടങ്ങൾ, നയങ്ങൾ, അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങൾ എന്നിവയുടെ ഒരു കോപ്പി അയാൾക്ക് നൽകും. പുതിയ ആളെ മറ്റുള്ള സഹപ്രവർത്തകരുമായി പരിചയപ്പെടുത്തുകയും ചെയ്യും. ഇതെല്ലാം പുതിയ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ അയാൾക്ക് കഴിവുണ്ടാക്കുന്നു. ഇനി നമുക്ക് പ്ലേസ്മെന്റ് എന്താണെന്ന് നോക്കാം. When the candidate is selected and appointed, he is posted to a particular position for which he is selected. ഏത് ജോലിക്കാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ ജോലി അപേക്ഷകനെ ഏൽപ്പിക്കുന്നു എന്നർത്ഥം. തൊഴിലാളിക്ക് അനുയോജ്യമായ ജോലി തീരുമാനിക്കുകയും ജോലിക്ക് പറ്റിയ ആളെ ജോലിക്ക് വിടുകയും ചെയ്യുന്നതാണ് പ്ലേസ്മെന്റ്. സാധാരണയായി 1-2 കൊല്ലത്തേക്കുള്ള പ്രൊബേഷൻ നിയമനമായിരിക്കും നടത്തുന്നത്. ഈ കാലയളവിൽ അയാളെ പല ജോലിക്കും മാറി മാറി നിയോഗിക്കും. ഒടുവിൽ അയാൾക്ക് ഏറ്റവും പറ്റിയ ജോലിയായി കണ്ടെത്തുന്ന ജോലിക്ക് അയാളെ നിയോഗിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. Proper training should be given to employees to acquire new knowledge and skills. Many training and development programs are designed by the company in order to make the employees more capable and fit in performing their work. ഒരു പ്രത്യേക ഉദ്ദേശത്തെ മുൻനിർത്തി ആളുകളുടെ അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സംഘടിത പ്രവർത്തനമാണ് ട്രെയിനിങ്. പരിശീലനം നേടുന്നവരുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നതാണ് ട്രെയിനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം.
അറിവ്, വൈദഗ്ധ്യം, മനോഭാവം എന്നിവയിൽ രചനാത്മകമായ മാറ്റം കൈവരുത്തലാകണം ട്രെയിനിങ്. പരിശീലനം നേടുന്നവന്റെ അറിവ് വർദ്ധിക്കുമ്പോൾ അയാളുടെ നയങ്ങൾ, നടപടിക്രമങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയെപ്പറ്റി അയാൾ നല്ല ബോധവാനായിരിക്കണം. അയാളുടെ വൈദഗ്ധ്യം വർദ്ധിക്കുമ്പോൾ തന്റെ ജോലി കാര്യക്ഷമമായി നിർവഹിക്കാൻ വേണ്ട കായികവും സാങ്കേതികവുമായ ശേഷി അയാൾ കൈവരിക്കുന്നു. സഹപ്രവർത്തകരോടും മേധാവിയോടും സ്ഥാപനത്തോടും തൊഴിലാളികളുടെ മനോഭാവത്തിന് ശരിയായ രൂപം നൽകാനും ട്രെയിനിങ്ങിന് സാധിക്കുന്നു. അടുത്തതാണ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ജോബ് ഇവാലുവേഷൻ. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ദ process of assessing the performance and progress of an employee. ഓരോ ജീവനക്കാരനും തന്റെ ജോലി നിർവഹണം കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് പെർഫോമൻസ് അപ്രൈസൽ. ജോലി നിർവഹണം നിരീക്ഷിക്കുക, നിർവഹിച്ച ജോലിയെ വിലയിരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നത്. അടുത്തതായി ജോബ് ഇവാലുവേഷൻ. In job evaluation, the relative worth of the job is determined. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ പറഞ്ഞു, അവിടെ അസസിങ് ദ പെർഫോമൻസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ആൻ എംപ്ലോയി. അതേസമയം ജോബ് ഇവാലുവേഷനിൽ റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ് ഈസ് ഡിറ്റർമൈൻഡ്. ആപേക്ഷിക മൂല്യമാണ്, അതായത് ജോബിന്റെ ആപേക്ഷിക മൂല്യമാണ് അവിടെ കണക്കാക്കുന്നത്. അടുത്തത് എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമ്യൂണറേഷൻ. It is the responsibility of the every human resource manager to design and implement a suitable wage and salary structure for the benefit of the employees. It is the responsibility of the every human resource manager to design and implement a suitable wage and salary structure for the benefit of the employees. ജീവനക്കാരുടെ വേതനം അല്ലെങ്കിൽ ശമ്പളം നിർണ്ണയിക്കുന്നത് അവർ ചെയ്യുന്ന ജോലി വിലയിരുത്തുന്നതുൾപ്പെടെയുള്ള പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും. മനുഷ്യവിഭവ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് വേതന ശമ്പള സംവിധാനം. നെക്സ്റ്റ് പോയിന്റ്, മോട്ടിവേഷൻ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ വിച്ച് എൻകറേജസ് എംപ്ലോയീസ് ടു ഗിവ് ദെയർ ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ഹെൽപ്പ് ഇൻ അച്ചീവിംഗ് എന്റർപ്രൈസ് ഗോൾസ്. സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് അധ്വാനിക്കുവാനുള്ള മനോഭാവവും സന്മനസ്സും ജീവനക്കാരിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് മോട്ടിവേഷനിലൂടെ ചെയ്യുന്നത്. ഒരാളെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ഉത്സാഹമുള്ളവനാക്കി തീർക്കാൻ മോട്ടിവേഷൻ സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയാസ്, information, facts, opinions or emotions by two or more persons. സ്ഥാപനത്തിലെ ജീവനക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ഇമോഷൻസ്, അതുപോലെ തന്നെ ഐഡിയാസ്, ഇതൊക്കെ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നു. ഇതിലൂടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരു ടീം വർക്കായിട്ട്, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് പുതിയ പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആയിട്ടൊക്കെയാണ് അവർ ഓർഗനൈസേഷനെ കാണുന്നത്. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഗോൾ അച്ചീവ് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് ആണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. സഫിഷ്യന്റ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് എഗെയിൻസ്റ്റ് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്സ്. ജീവനക്കാർക്ക് തൊഴിൽ സുരക്ഷിതത്വം നൽകലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി അവർക്കാവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകണം. ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്ഥാപനമാണ്. അതിനായി അവർ പുതിയ പോളിസികളും പ്രോഗ്രാംസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതോടുകൂടി ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്